ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ പുതിയ വത്സരത്തിൽ, അതായത് നവവത്സരത്തിൽ 2026 എല്ലാവർക്കും വിഷിങ് യു ഹാപ്പി ന്യൂ ഇയർ. എനിക്കറിയാൻ ഓൾമോസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞു എങ്കിലും. ആൻഡ് ഞാൻ വളരെ നീണ്ടൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത്. കാരണം വീട്ടിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ഒത്തിരി ഒരു ബിസി സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. അത് കാരണം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല. ഓൺലി 1-on-1 കൺസൾട്ടേഷൻ മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ, കുറച്ച് എമർജൻസീസ് ഉള്ളത് കാരണം. പക്ഷേ അതൊക്കെ മാറ്റി അതൊക്കെ കഴിഞ്ഞു. ഇനി ഈ നവവർഷത്തിൽ എനിക്ക് പുതിയ കുറേ വീഡിയോസ്, പുതിയ കുറേ ലേണിങ്സ് ഞാൻ ഇടയിൽ വായിച്ചതും പഠിച്ചതും എല്ലാം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിരിച്ച് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നവർക്ക് വെരി ബിഗ് താങ്ക് യു. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ ഞാനൊരു പുതിയ പ്രോജക്റ്റായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് നമ്മളുടെ പ്ലാനിങ്ങും ഗോൾസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ വർഷത്തിൽ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിനെല്ലാം മുന്നേ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മുടെ മാജിക് സ്വിച്ചിനെ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ഗോൾസും പ്ലാനിങ്ങും എല്ലാം ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ആ മാജിക് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് ഞാനൊരു പുതിയ ബുക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. പലരും ഇത് വായിച്ച് കാണും, ഇല്ലാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. ദിസ് ഇസ് മാജിക് റിട്ടൺ ബൈ റോണ്ട ബയർ. സീക്രട്ട് എന്നുള്ള ബുക്ക് പലരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഡോക്യുമെൻ്ററി ഒക്കെ നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ അതേ ഓഥറിൻ്റെയാണ് മാജിക് എന്ന് പറഞ്ഞിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോയിൽ വെറുതെ ടിപ്സ് ഷെയർ ചെയ്യാതെ ഞാനൊരു വർക്ക്ഷോപ്പ് ടൈപ്പായിട്ട് കണ്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 28 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സിൻ്റെ പ്രാക്ടീസാണ് ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസം ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് കമ്മിറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കൂടെ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എല്ലാ ദിവസവും കഴിയുന്നതും ഞാനൊന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല, എനിക്ക് പറ്റുന്ന പോലെ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഷെയർ ചെയ്യണം എന്നാണ്. അതായത് ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ഉദ്ദേശം. പല വീഡിയോസും യൂട്യൂബിൽ ഓൾറെഡി ഈ ബുക്കിനെ കുറിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ചെറിയൊരു വ്യത്യാസമായിട്ട് ഈ ബുക്ക് വായിച്ചുകൊണ്ട് കൂടെ നിങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡീപ്ലി റൂട്ടഡ് ആവാൻ വേണ്ടിയിട്ട്, വെറുതെ ഒരു ലെസൻ്റെ സമ്മറി പറയാതെ ആ ലെസണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾസ്, റോണ്ട എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് കൂടെ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളിത് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനിൽ ഈ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ വെറുതെ നമ്മൾ സർഫസ് ലെവലിൽ ബുക്ക് വായിച്ചുകൊണ്ട് പോവാതെ അതിൻ്റെ ഡീപ്പ് മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി, അപ്പോൾ അതൊരു ലൈവ് ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഞാൻ ലൈവ് സെഷൻസ് വയ്ക്കാത്തത് നമ്മുടെ മേ ബി കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും ഒരേ ടൈമിൽ ഒത്തുചേരാൻ പറ്റണമെന്നില്ല. അപ്പോൾ ലേറ്റർ ഓൺ ഞാൻ ലൈവ് ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ യൂട്യൂബിൽ എല്ലാ ദിവസവും എൻ്റെ എൻ്റെ വീഡിയോ വന്ന് കണ്ടിട്ട് അതിലത്തെ ആക്ടിവിറ്റീസ് കൃത്യമായി ചെയ്യണം. ഇത് വെറുതെ കേട്ടുകൊണ്ട് പോകാനുള്ള ക്ലാസ് ആയിട്ട് ദയവായിട്ട് കൺസിഡർ ചെയ്യരുത്. ഇതിലത്തെ ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലത്തെ ആക്ടിവിറ്റീസ് ഭയങ്കര പവർഫുള്ളാണ്. ലോകമെമ്പാടും കുറേ പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ബുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് അവർ റിസൾട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഈ ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എല്ലാ ലാംഗ്വേജസിലും അവൈലബിൾ ആണ്. മലയാളം, ഹിന്ദി, തമിഴ് എല്ലാത്തിലും അവൈലബിൾ ആണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഈ ബുക്ക് എന്തായാലും വായിക്കുക. അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തവർ എൻ്റെ കൂടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. അത് കാരണം തന്നെ ഞാൻ വായിച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആയത് കാരണം കൊണ്ട് ഈ വീഡിയോ ലെങ്തി ആയിരിക്കും. അതിനുള്ള ടൈമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ട് അതിലത്തെ പ്രാക്ടീസസ് ചെയ്യാം. ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മാസീവ് ഡിഫറൻസ് കാണാൻ പറ്റും എല്ലാ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ഏറ്റവും സിമ്പിൾ ടെക്നിക്കിലാണ്, സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, ഫൈനാൻസ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, കരിയർ, റിലേഷൻഷിപ്പ്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വരുന്ന വിടവ്, എല്ലാം ഇതിൽ
നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും ഈ ബുക്കിൽ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ ജീവിതം മനോഹരമായൊരു ട്രാൻസ്ഫർമേഷനിൽ ഈ 2026 ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ, ഡു യു ബിലീവ് ഇൻ മാജിക്? നല്ലൊരു ചോദ്യമാണത് അല്ലേ. നമ്മളെല്ലാവരും ഭയങ്കര ലോജിക്കൽ, ഭയങ്കര പ്രാക്ടിക്കൽ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞാൻ വെറുതെ നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് സമയം വേസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, ഐ ബിലീവ് ഓൺലി ഇൻ ലോജിക്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രാക്ടിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ചാപ്റ്ററാണത്. ഡു യു ബിലീവ് ഇൻ മാജിക്? അപ്പോൾ റോൾഡ് ഡാൽ പറയുന്നത്, റോൾഡ് ഡാൽ ഈസ് അനദർ ചിൽഡ്രൻസ് ഓതർ. ഓക്കെ, ദോസ് ഹു ഡോണ്ട് ബിലീവ് ഇൻ മാജിക് വിൽ നെവർ ഫൈൻഡ് ഇറ്റ്. അപ്പം നിങ്ങൾ ആദ്യം അതിൽ വിശ്വസിക്കണം. ജീവിതത്തിൽ മിറക്കിൾസ് ഉണ്ടാവും, ജീവിതത്തിൽ മാജിക് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മാജിക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് ഉണ്ടാവുള്ളൂ. ഓക്കെ, റിമെമ്പർ വെൻ യു വർ എ ചൈൽഡ് ആൻഡ് യു ലുക്ക്ഡ് അറ്റ് ലൈഫ് ആൻഡ് ടോട്ടൽ വണ്ടർ ആൻഡ് ഓവ്. Life was magical and exciting, and the smallest things were utterly thrilling to you. You were fascinated by the frost on the grass, a butterfly flittering through the air, or any strange leaf or rock in the ground. You were full of excitement when you lost a tooth, because it meant the tooth fairy would be coming that night, and you would count down the days to that magical night of Christmas. Even though you had no idea how Santa Claus could get to every child in the world in one night, somehow he did it, and he never let you down. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻസ്റ്റൻസസ് പറയണം. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് അതായത് ചെറിയ ഒരു കുട്ടി, ഓക്കെ, 1 വയസ്സ് പ്രായമുള്ള കുട്ടി, 2 വയസ്സ് പ്രായമുള്ള കുട്ടി, എല്ലാം ഇങ്ങനെ ഭയങ്കര സർപ്രൈസ് വണ്ടർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ മരങ്ങൾ, ഇത്ര വലിയൊരു ആകാശം, ഓക്കെ, എത്ര മനോഹരമായ പൂക്കളാണ് ചുറ്റും. അങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോകുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിലത്തെ ഒരു തിളക്കം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തൊരു സർപ്രൈസിലാണ്, എന്തൊരു ഓവ് അല്ലേ. എന്താണ് ഈ സാധനം? ഓരോ പക്ഷികളൊക്കെ വലിയ എന്താ പറയുക, ഈഗിൾ, പരുന്തൊക്കെ പറന്നു പോകുമ്പോൾ ഭയങ്കര ആശ്ചര്യത്തോടു കൂടെ കുട്ടികൾ നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുള്ളപ്പോൾ. നമ്മളെല്ലാവരും അങ്ങനെയായിരുന്നു, എല്ലാം ഒരു ആശ്ചര്യത്തോടെ കണ്ടു നോക്കുന്ന കുട്ടികളായിരുന്നു നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയുണ്ട്. സാന്റക്ലോസിന് ക്രിസ്മസ് ടൈമിൽ, ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ, സാന്റക്ലോസ് വന്ന് പില്ലോൻ്റെ അടിയിൽ ഗിഫ്റ്റ് വയ്ക്കും പിറ്റേ ദിവസം. അപ്പോൾ പേരൻസ് തന്നെയാണ് ഇപ്പോൾ വാങ്ങി വയ്ക്കുന്നുണ്ടാവുക. എങ്കിലും കുട്ടികളെ ഒന്ന് കുറച്ചും കൂടെ ആ മാജിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ത് ഗിഫ്റ്റായിരിക്കും, അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് തുറന്ന് നോക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയാം അത് പേരൻസ് തന്നെ വാങ്ങി വെക്കണതാണ്. എങ്കിലും അവർ ഭയങ്കര ആഹ്ലാദത്തോടും സർപ്രൈസോടും കൂടെ ആ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കും. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ എല്ലാം ഭയങ്കര ആശ്ചര്യത്തോട് നോക്കും. ഓക്കെ, മഴ എങ്ങനെ പെയ്യുന്നത്, ഓക്കെ, ഭയങ്കര കാറ്റുള്ളപ്പോൾ എങ്ങനെയാണോ, എവിടെ നിന്നാണ് ഈ കാറ്റ് വരുന്നത്. ഓക്കെ, so there is an exquisite feeling many of us had as children, that everything is good, that every day promises more excitement and adventure, and that nothing could ever thwart our joy for magic of it all. But somehow, as we grew into adults, responsibilities, problems, and difficulties took their toll on us. We became disillusioned, and the magic we once believed in as children faded and disappeared. It's one of the reasons why, as adults, we love to be around children, so that we can experience that feeling we once had, even if it's just for a moment. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു, നമ്മൾ വലുതാവുമ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, മാർക്ക്, പഠിക്കൽ, റെസ്പോൺസിബിലിറ്റീസ്, കോളേജിൽ പോയി ജോലി, അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി കണ്ടുപിടിക്കുക, പിന്നെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസ്, കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ നമ്മൾ ഭയങ്കര സീരിയസ് ആയി അല്ലേ. അപ്പോൾ ആ സീരിയസ്നെസ് ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ മീംസ് കാണുന്നത്, റീൽസ് കാണുന്നത്, കുറച്ച് സമയമെങ്കിലും ഒന്ന് ചിരിക്കാൻ അല്ലേ, ഉള്ളു തുറന്ന് ചിരിക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ ഫോണില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കുട്ടികൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ അവരുടെ ഒരു വർത്തമാനം കേൾക്കാനും ഒക്കെ. എസ്പെഷ്യലി ഒരു തീരെ കുഞ്ഞു കുട്ടികൾ, 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ളവർ, അവരതൊക്കെ നമ്മൾ കുറേ സംസാരിക്കും. കാരണം അവർ ചുറ്റുമുള്ളാവുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്, ആ സന്തോഷമായ നിമിഷങ്ങൾ.
ഓക്കെ, നമ്മുടെ ഈ റെസ്പോൺസിബിലിറ്റീസും സ്ട്രഗിൾസും ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ജീവിതം എത്ര കെയർ ഫ്രീ ആയിരുന്നു അല്ലേ, ബിന്ദാസ്, ഒന്നിനെയും പേടിക്കണ്ട, ഒന്നിനെയും ഭയക്കണ്ട, വളരെ സന്തോഷകരമായ ഒരു ജീവിതം. അത് നമുക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റും. അതാണ് ഈ ബുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, so I am here to tell you that the magic once you believed is true, and it's the disillusioned utter perspective of life that is false. ജീവിതം ഭയങ്കര എടുത്തപ്പൊങ്ങാത്തൊരു സംഭവമാണ്, ഭയങ്കര സ്ട്രഗിൾസാണ്, ഭയങ്കര ദുഃഖങ്ങളാണ്. ഈ ഭൂമിയിൽ ജന്മമെടുത്ത നമ്മൾ സഫർ തന്നെ വേണം എന്നൊക്കെ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്, ആ മിഥ്യകളാണ് നമ്മളെ പൊട്ടിച്ചെറിയാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിസില്യൂഷൻ, ഇറ്റ്സ് എൻ ഇല്യൂഷൻ. The magic of life is real, and it's as real as you are. നിങ്ങളെ പോലെ, എന്നെ പോലെ, ഈ നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങളെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത്രയും സത്യമാണ് മാജിക്. ഓക്കെ, in fact, life can be far more wondrous than you ever thought it was as a child, and more breathtaking, awe-inspiring, and exciting than anything you have seen before. When you know what to do to bring forth the magic, you will live the life of your dreams. Then you will wonder how you ever could have given up in believing in the magic of life. You may not see reindeer fly, but you will see the things you have always wanted appearing before your eyes. And you will see the things you have dreamt of for so long suddenly happening. So, are you ready to experience the magic again? Are you ready to be filled with awe and wonder every day, like when you were a child? Get ready for the magic. Our adventure begins 2000 years ago, when life-changing knowledge was hidden within a sacred text. Okay, അപ്പോൾ ഈ ഇന്നത്തെ ഈ ഇൻട്രൊഡക്ഷൻ സെഷനിൽ പറയുകയാണ്, എല്ലാം പോസിബിളാണ്, എല്ലാത്തിലും നിങ്ങൾ വിശ്വസിക്കണം, മാജിക്കിൽ വിശ്വസിക്കണം, ലോജിക്കിൽ മാത്രമല്ല. ഓക്കെ, അപ്പോൾ ഈ മാജിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാജിക്കിൽ വിശ്വസിച്ച് ചുറ്റുമുള്ള കാര്യങ്ങളിൽ സൗന്ദര്യം ആസ്വദിച്ച് എല്ലാത്തിലും നമ്മുടെ ഒരു മിറക്കിൾ, ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു ഗോഡ്സ് ടച്ച് ഉണ്ട്. ഓക്കെ, ആ ക്രിയേറ്ററിൻ്റെ ടച്ച് ഉണ്ട്. എല്ലാം ഭയങ്കര യുണീക്കാണ്. രണ്ട് ഫിംഗർ പ്രിൻറ്റ്സ് സെയിം അല്ല എന്ന് പറയുന്നത് തന്നെ എന്തൊരു മിറക്കിളാണ്. കാരണം കോടാനുകോടി ജനങ്ങളാണ് നമ്മുടെ ഈ ഏർത്തിലുള്ളത്. അവരുടെ രണ്ടാൾക്കാരുടെ, ഈവൻ ട്വിൻസിൻ്റെ പോലും ഫിംഗർ പ്രിൻറ്റ് മാച്ച് ആവുന്നില്ല എന്ന് പറയുമ്പോൾ ആ ക്രിയേറ്ററിൻ്റെ യുണീക്ക് മിറാക്കുലസ് ടച്ച് എല്ലാത്തിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിക്കൂടെ അല്ലേ? രണ്ട് ഇലകൾ പോലും സെയിം ആയിരിക്കില്ല, രണ്ട് പൂക്കൾ പോലും സെയിം ആയിരിക്കില്ല. സോ എവറിത്തിങ്, ആ യുണീക്ക് ടച്ച്, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്യൂട്ടിഫുൾ മാജിക് ആൻഡ് മിറക്കിൾ. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ബ്രീഫാണ് ഞാനിപ്പോൾ തന്നത്. അതിന് ഡീപ്പ് ഡൈവ് ചെയ്യാൻ പോവുകയാണ്. ദ ഫോളോയിങ് പാസേജ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് മിസ്റ്ററി ഈസ് റിവീൽഡ് എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത്. എന്താണ് ഈ മിസ്റ്ററി? എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയില്ലേ ഈ അഡ്വെഞ്ചർ തുടങ്ങാൻ, ഈ മിസ്റ്ററി നമ്മൾ അൺഫോൾഡ് ചെയ്യാൻ പോവാന്ന്. അപ്പോൾ ദ ഫോളോയിങ് പാസേജ് കംസ് ഫ്രം ദ ഗോസ്പൽ ഓഫ് മാത്യു ഇൻ ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ്, ആൻഡ് ഇറ്റ് ഹാസ് മിസ്റ്റിഫൈഡ്, കൺഫ്യൂസ്ഡ് ആൻഡ് ബീൻ മിസ്അണ്ടർസ്റ്റുഡ് ബൈ മെനി പീപ്പിൾ ഓവർ ദ സെഞ്ചുറീസ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഡിസ്ക്ലെയിമർ പറയട്ടെ. ഇത് ഏതൊരു റിലീജിയനെ ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, ഇത് യൂണിവേഴ്സൽ ട്രൂത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ എല്ലാ റിലീജിയസ് ബുക്സ് എടുത്ത് നോക്കിയാലും, ഏത് മതങ്ങൾ എടുത്ത് നോക്കിയാലും ഇതൊരു ബേസ് ഫൗണ്ടേഷനാണ്. അത് നമ്മൾ ഇനി ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം പറയുന്നത് ഗോസ്പൽ ഓഫ് മാത്യുവിൻ്റെ കാര്യമാണ്. whoever has been will be given more. Okay, whoever has will be given more, and he will have an abundance. Whoever does not have, even what he has will be taken from him. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഉള്ളവന് കൂടുതൽ കിട്ടും, ഇല്ലാത്തവന് അത് എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ. ഹൂഎവർ ഹാസ് വിൽ ബി ഗിവൻ മോർ. ഓക്കെ, ഉള്ളവന് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ദൈവം കൊടുക്കും. ഹീ വിൽ ഹാവ് ആൻ അബണ്ടൻസ്. ഓക്കെ, ഭയങ്കരമായിട്ട് പ്രോസ്പെരിറ്റി, അബണ്ടൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ എന്താണ് ഇത് വായിക്കുന്നവർ വിചാരിക്കുക, സമ്പത്തുള്ളവന് കൂടുതൽ കിട്ടും, സമ്പത്തില്ലാത്തവന്, ഓക്കെ, പുവറായിട്ടുള്ള ഒരാളുടെ നിന്ന് ഉള്ളതും കൂടെ എടുക്കും. അല്ല, ഇത് വളരെ മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ അണ്ടർലൈങ് മീനിങ് എന്താണെന്ന് ഉള്ള ബിഗ്ഗസ്റ്റ് മിസ്റ്ററിയാണ് നമ്മളിന്ന് അൺഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ
The answer to the mystery that has eluded so many for centuries is in one hidden word: gratitude. ഓക്കെ, അപ്പോൾ പൈസയുള്ളവർ കൂടുതൽ കിട്ടുന്നല്ല അവിടെ പറയുന്നത്. നന്ദിയുള്ളവർക്ക് കൂടുതൽ കൊടുക്കും, നന്ദിയില്ലാത്തവന് ഉള്ളതും കൂടെ തിരിച്ചെടുക്കും ആ ക്രിയേറ്റർ. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. എൻറ്റയർ ബുക്ക് ഈസ് ബേസ്ഡ് ഓൺ gratitude. Okay, whoever has gratitude will be given more, and he or she will have an abundance. Whoever does not have gratitude, even what he or she will have she has will be taken from him or her. Okay, by the revelation of one word, a cryptic text is made crystal clear. And the promise of the magic that will happen with gratitude is in these words: if you are grateful, you will be given more, and you will have an abundance. Okay, from the Quran, the promise of gratitude is equally emphatic. And remember when God proclaimed, if you are grateful, I will give you more, but if you are ungrateful, verily my punishment is indeed severe. Okay, അപ്പോൾ അത് ഖുറാനിലും പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്. This is a universal law. Okay, like attracts like. It's because of the law of attraction that the cells of every living creature are held together, as well as the substance of every material object. In your life, law operates on your thoughts and feelings because they are energy too. Whatever you think, you feel, you attract. Okay, അപ്പോൾ ഏറ്റവും വലിയ രഹസ്യമാണ് ഇവിടുന്ന് അൺവെയിൽ ചെയ്തിരിക്കുന്നത്. അതായത് പൈസയുള്ളവന് കൂടുതൽ കൊടുക്കുന്നല്ല അവിടെ ഒരിക്കലും പറയുന്നത്. നന്ദിയുള്ളവർ, താങ്ക്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ദൈവം വീണ്ടും വീണ്ടും കൊടുക്കും. നന്ദിയില്ലാത്തവർക്ക് ഉള്ളതും കൂടെ തിരിച്ചെടുക്കും. ഓക്കെ, കാരണം നമ്മൾ നന്ദി പ്രകടിപ്പിക്കാൻ മറന്നുപോയാൽ നമ്മുടെ നല്ല ഹെൽത്തിന് നമ്മുടെ ദിവസവും നന്ദി പറയുന്നില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, അത് ഇറ്റ്സ് ലൈക്ക് എ മാഗ്നറ്റ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നമ്മൾ കൂടുതൽ കൂടുതൽ ആകർഷിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും അസുഖത്തിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും അസുഖം വന്നിരിക്കും. നമ്മളെപ്പോഴും താങ്ക്ഫുൾനെസ്, എനിക്ക് എന്തൊരു നല്ല ജോലിയാണ്, എനിക്ക് എന്ത് നല്ല ഓഫീസാണ്, എനിക്ക് എന്ത് നല്ല കൂട്ടുകാരാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് കൂടുതൽ കൂടുതൽ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിന് നന്ദി പറയുകയും വേണം. If you think, I don't like my job, I haven't got enough money, I can't find my perfect partner, I can't pay my bills, I think I'm coming down with something, he or she doesn't appreciate me, my child is a problem, my life is a mess, my marriage is in trouble, then you must attract more of these experiences. നമ്മൾ രാവിലെ തുടങ്ങി എനിക്കിന്ന് അത് ചെയ്യാനുണ്ട്, ഈ കുട്ടികളെ കൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവർ വെള്ളം തുറന്നിട്ടു, ലൈറ്റ് ഓൺ ചെയ്തു, ബ്ലാ 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 എന്നാണ് നമ്മൾ രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് we are attracting more of those experiences. അതേപോലെ അനുഭവങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും എല്ലാ ദിവസവും അതേ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് മാറ്റണ്ടേ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലെങ്തി ആണെങ്കിലും കുറച്ച് സമയം എടുക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതം നമുക്ക് 360 ഡിഗ്രി ടേൺ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇത് ചെയ്യാം. ഓക്കെ, ഇത് കേൾക്കുക, ഇതിലത്തെ പ്രാക്ടീസസ് പറയുക, ചെയ്യുക. But if you think about what you're grateful for, like, I love my job, my family is very supportive, I had the best vacation, I feel amazing today, I got the biggest tax refund ever, or I had the great weekend camping with my son. You sincerely feel the gratitude. The law of attraction says you must attract more of these things into your life. It works in the same way as metal being drawn to magnet. Your gratitude is magnetic, and more gratitude you have, the more abundance you magnetize. It's universal law. You will have heard saying like things like whatever goes around comes around. Okay, നമ്മൾ പോയത് തിരിച്ചു വരും. ഓക്കെ, സർക്കുലേഷനിലാണ്. അപ്പം നമ്മൾ എന്ത് ഫീലിങ്സ് ആണ് പുറത്ത് വിടുന്നത്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആണോ? ഓക്കെ, അതാണ് നമുക്ക് തിരിച്ച് കൂടുതൽ വരിക. നമ്മുടെ ഹാപ്പിനെസ്സാണ് എല്ലാവരെയും കാണുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫീലിംഗ് എങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം തിരിച്ചു വരും. ഓക്കെ, യു ഗെറ്റ് വാട്ട് യു ഗിവ്, യു റീപ്പ് വാട്ട് യു സോ. ഇതൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ സയൻറ്റിഫിക് ഡിസ്കവറീസ് ഇൻക്ലൂഡഡ് ദ ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് മോഷൻ ഇൻ ദ യൂണിവേഴ്സ്, വൺ ഓഫ് വിച്ച് സേസ് എവറി ആക്ഷൻ ഓൾവേസ് ഹാസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. 6th 7th സയൻസ് പഠിച്ചവർക്ക് നല്ലോണം ഓർമ്മയുണ്ടാവും ന്യൂട്ടൺസ് തേർഡ് ലോ.
Third law annalla. Every action has an opposite and equal reaction. When you apply the idea of gratitude to Newton's law, it says every action of giving thanks always causes an opposite reaction of receiving. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ ലോയിൽ പറഞ്ഞ പോലെ നമ്മൾ താങ്ക്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും. ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും, സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് വാട്ട് യു റിസീവ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് യു ഹവ് ഗിവൻ. എത്രയാണോ നിങ്ങൾ കൊടുക്കുന്നത് അത്ര മാത്രമേ നമുക്ക് തിരിച്ച് വരാൻ പോകുന്നുള്ളൂ, അത് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ വെരി ആക്ഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് സെറ്റ്സ് ഓഫ് എ റിയാക്ഷൻ ഓഫ് റിസീവിങ്, ആൻഡ് ദ മോർ സിൻസിയർലി, മോർ ഡീപ്ലി ഗ്രേറ്റ്ഫുൾ യു ഫീൽ, the more you will receive. The golden thread of gratitude. Thousands and thousands of years ago, the earliest recordings of humankind, the power of gratitude was preached and practiced, and from there was passed on through the centuries, sweeping across the continents. The major religions of Christianity, Islam, Judaism, Buddhism, Sikhism, and Hinduism all have gratitude at their core. Muhammad said that gratitude for the abundance you have received is the best insurance that the abundance will continue. Buddha said that you have no cause for anything but gratitude and joy. Lao Tzu said, if you rejoice in the way things are, the whole world will belong to you. Krishna said that whatever he is offered, he accepts with joy. King David spoke of giving thanks to the whole world for everything between the heavens and the earth. And Jesus said that thank you before he performed every miracle. When you arise in the morning, give thanks for the morning light, for your life and strength. Give thanks for your food, the joy of living. If you see no reason for giving thanks, the fault lies with yourself. Okay? അപ്പോൾ എല്ലാ മതങ്ങളെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡിൽ ബിലീവ് ചെയ്തിരുന്നു. എല്ലാ വിശ്വാസക്കാരും കൺട്രിയുടെ ഏത് ഭാഗമായിക്കോട്ടെ, ഓക്കെ, ചൈന ആയിക്കോട്ടെ, ആഫ്രിക്ക ആയിക്കോട്ടെ, അവരുടെ സ്ക്രിപ്റ്റേഴ്സിലെല്ലാം പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ ഇപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നന്ദി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതും കൂടെ പോവും, അത് വലിയൊരു പണിഷ്മെൻ്റായി തീരും. ഓക്കെ, അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മാജിക്കാണ് നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതിന് നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കുക. Okay, Albert Einstein's scientific discoveries changed the way we see the universe. When asked about his monumental achievements, he spoke only of giving thanks to others. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ കുറേ ഡിസ്കവറീസ് നടത്തിയിട്ടുണ്ട്, പക്ഷേ സ്വയം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെക്കാട്ടിലും എവറി ടൈം ഐൻസ്റ്റൈൻ പറഞ്ഞത് എനിക്ക് എൻ്റെ മെൻറ്റേഴ്സ്, എൻ്റെ കലീഗ്സ്, എൻ്റെ ടീം, എൻ്റെ റിസർച്ചിനെ ഹെൽപ്പ് ചെയ്തവർ, അവർക്കൊക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, so is it any wonder that Albert Einstein made some of the greatest scientific discoveries in history? He practiced gratitude every single day of his life, and in return he received many forms of abundance. Isaac Newton, recently voted the greatest contributor to science and humankind, was also grateful to those men and women who lived before him. ഓക്കെ, അപ്പോൾ ഈവൻ സയൻറ്റിസ്റ്റ്, ഇത് മതം അല്ലെങ്കിൽ റിലിജനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, സയൻറ്റിസ്റ്റും പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, കാരണം അവർക്ക് വരുന്ന ഓരോ ഐഡിയാസ്, അവരുടെ എക്സ്പെരിമെൻറ്റ്സ്, അവരുടെ റിസർച്ച് വർക്ക് എല്ലാം സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മാജിക് ട്രിക്ക് അറിഞ്ഞിരുന്നു, അവർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചേ മതിയാവൂ. ഓക്കെ, എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ഓഥറിൻ്റെ ലൈഫ് ഇൻസ്റ്റൻസ് പറയുകയാണ്. മൈ ഡിസ്കവറി, അതാണ് ഇൻട്രൊഡക്ഷൻ്റെ ലാസ്റ്റ് ഭാഗമാണത്. ഓക്കെ, മൈ സ്റ്റോറി ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട് ലൈഫ് ഇസ് ലൈക്ക് വെൻ എ പേഴ്സൺ ഇസ് ഇഗ്നോറൻറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. വാട്ട് ഹാപ്പൻസ് വെൻ യു മേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്? If I had been asked 6 years ago if I was a grateful person, I would have answered yes, for sure, I'm a grateful person. I say thank you when I receive a gift, when someone opens a door for me, when a person does something for me. The truth is, I was not a grateful person at all. I didn't know what being grateful really meant. Just saying the words thank you on the odd occasion certainly didn't make me a grateful person. My life without gratitude was pretty challenging. I was in debt, and it was increasing a little bit more every month. I worked really hard, but my finances never improved. In trying to keep up with the mounting debt and obligations,
I was living with a continuous undercurrent of stress. My relationships swung like a pendulum from fair to disastrous because I never seemed to have enough time for each person. While I was what would be termed healthy, I felt exhausted at the end of each day, and I always got my fair share of cold and illness going around each season. I had moments of happiness when I went out with friends or when I went on vacation, but then the reality of having to work harder to pay for those pleasures would sweep over me. I wasn't living, I was surviving from day to day and from paycheck to paycheck, and I would no sooner solve one life problem than more problems would appear. But then something happened that would change everything in my life from that day forward. I discovered a secret about life, and as a result of my discovery, one of the things I began to do was practice gratitude each day. As a result of it, this everything in my life changed. And more I practiced gratitude, the more miraculous were the results. My life truly became magical. For the first time in my life, I became debt free. Shortly after that, I had all the money I needed to do whatever I want. Problems in my relationship, work, health disappeared. Instead of facing daily obstacles, my days became filled with one good thing after another. My health and energy increased dramatically, and I felt better than I had in my 20s. My relationships became much more meaningful, and I enjoyed more good times with my family and friends in just a few months than I had in all the previous years. More than anything else, I felt happier than I thought it was possible to feel. I was blissfully happy, the happiest I had ever been. Gratitude changed me, and my whole life magically changed. ഓക്കെ, കുറച്ച് ലെങ്തി പേജ് ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ ഈ ഓഥർ പറയാണ്, എല്ലാവരും പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ ഞാൻ താങ്ക് യു പറയും, ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ എന്തെങ്കിലും മേടിച്ചു തന്നാൽ ഞാൻ താങ്ക് യു പറയും. പക്ഷേ അതൊരു സർഫസ് ലെവൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ മാനേഴ്സ് കീപ്പപ്പ് ചെയ്യുന്നത് പോലെ സോറി, ഓക്കെ, അറിയാതെ ആരെങ്കിലും നമ്മുടെ കാലാരെങ്കിലും മേലെ ചവിട്ടിയാൽ സോറി പറയുന്ന പോലെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു തന്നാൽ താങ്ക് യു. അത് ഹാർട്ടിൽ നിന്ന് ഡീപ്ലി വരുന്ന ഗ്രാറ്റിറ്റ്യൂഡല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കൂടുതൽ കടങ്ങൾ, ഓക്കെ, റിലേഷൻഷിപ്സ് ബാഡാവാൻ തുടങ്ങി. വല്ല വെക്കേഷന് പോയിട്ട് വരുമ്പോൾ മാത്രം സന്തോഷം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ബിൽസ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ക്രെഡിറ്റ് കാർഡിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ അതിന് ബിൽസ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഹാർഡ് വർക്കിംഗ് ആവേണ്ടി വന്നു. ഓക്കെ, അങ്ങനെ കടത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് റോണ്ട ബയർണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസ് അതിനെപ്പറ്റി വായിച്ചറിഞ്ഞതും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്തു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യാനുള്ളത്. വെറുതെ മനസ്സിലാക്കി വയ്ക്കുക എന്നല്ല, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് അത് ഡെയിലി പ്രാക്ടീസാക്കി മാറ്റി. അതോടുകൂടി റോണ്ടയുടെ ലൈഫ് അങ്ങനെ ഷിഫ്റ്റായി. എല്ലാ കടങ്ങളും മാറി, എല്ലാ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരുടെയും കൂടെയുള്ള റിലേഷൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി. വർക്കിൽ സക്സസ്, കരിയറിൽ സക്സസ്, ഹെൽത്തിൽ സക്സസ്. ഓക്കെ, പിന്നെ വെറുതെ വരുന്ന കോൾഡ്, ഫീവർ, ഓക്കെ, നമുക്ക് അറിയാതെ വരുന്ന എന്താ പറയുക, എനർജി ഡ്രെയിനായ ഫീലിംഗ്, ഹെൽത്തിനൊരു വയ്യായ്മ, അതെല്ലാം മാറി ഭയങ്കര ത്രൈവിങ് ആയി. ഓക്കെ, അതുവരെ സർവൈവൽ മോഡിലായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ ജീവിച്ചു പോകണു. ചിലർ നമ്മളെ എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു, ഇങ്ങനെ വണ്ടി ഓടുന്നു, അങ്ങനെ ഒരു മട്ടിലാണ് സംസാരം, അല്ലേ? അതല്ല വേണ്ടത്. നമ്മൾ ത്രൈവ് ചെയ്യണം, നമ്മൾ ലൈഫ് ഫുള്ളായിട്ട് ജീവിക്കണം. അതിനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് പോസിബിൾ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇൻട്രൊഡക്ഷൻ്റെ കുറച്ച് ഭാഗം കൂടിയുണ്ട്, അത് നാളെ ഞാൻ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കേട്ടത് നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ജീവിതത്തിൽ എത്രത്തോളം താങ്ക്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി പാസ്റ്റിലത്തെ ഓരോ കാര്യങ്ങൾ, ചൈൽഡ്ഹുഡിൽ നമുക്ക് വേണ്ടി എല്ലാവരും, ഓക്കെ, നമുക്കൊന്നും സമ്പാദിക്കേണ്ടി വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 18-20 ഇയേഴ്സ് വരെ നമ്മൾ മറ്റുള്ളവരുടെ ചിലവിൽ തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളായിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ചെയ്തു തരാൻ ആൾക്കാരുണ്ട്. ഒരു പൈസ പോലും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഡെയിലി ഭക്ഷണം, നമ്മുടെ ക്ലോത്ത്സ്, നമ്മുടെ സ്കൂൾ ഫീസ്, നമ്മുടെ കോളേജ് ഫീസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എൻ്റെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇന്ന് ടൈം എടുത്തൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? താങ്ക്ഫുൾ ആയിട്ടുണ്ടോ? ടീച്ചേഴ്സിനോട്,
ഇനി ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരാണെങ്കിൽ ഗവൺമെൻറ്റിനോട് ഓക്കെ, ഗവൺമെൻറ് എനിക്ക് തോന്നുന്നില്ലേ നമ്മൾ ആരെങ്കിലും താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അവരൊരു റോഡ് ഉപയോഗിക്കുന്നില്ലേ, നമ്മളിപ്പോൾ കെട്ടിയ റോഡൊന്നും അല്ലല്ലോ അത്, അല്ലേ? ബ്രിഡ്ജസ്, ട്രെയിന്, ബസ് ഒക്കെ ലൈക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലപ്പോൾ അവർ സ്കൂട്ടറോ സൈക്കിളോ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ആ സമയത്ത് വെറുതെ ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ, എന്തിനാ താങ്ക് യു പറയണമെന്നൊക്കെ പറഞ്ഞാൽ അതും മറന്നിട്ടുണ്ടാവും. നമ്മൾ എത്രയോ കല്യാണങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചിരിക്കുന്നു, റിലേറ്റീവ്സിൻ്റെ അവിടെ ലഞ്ചിന് പോയിരിക്കുന്നു, ഡിന്നറിന് പോയിരിക്കുന്നു. അതിന് നമ്മൾ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് എടുത്ത് നോക്കുക. നമ്മൾ ശരിക്കും നാണം കെട്ടുപോവേ. നമ്മളെ പോലെ ഇത്രയും നന്ദിയില്ലാത്തവർ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമായിരിക്കും. ഞാൻ ചിലപ്പോൾ കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കും, പക്ഷേ ഇതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും 2026 നമ്മളെല്ലാവരും ഭയങ്കര നന്മ നിറഞ്ഞ സോൾസായിട്ട് നന്ദി പ്രകടിപ്പിക്കാൻ മാത്രമേ നമുക്കറിയുള്ളൂ എന്നുള്ള ആ ഒരു യാത്രയിൽ ഓക്കെ, കംപ്ലയിൻസും കുറ്റം പറയൽ, ക്രിറ്റിസിസം, ഭയം, പേടി അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഓൺലി ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയലിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. അടുത്തൊരു മാസം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ലെങ്തി തന്നെയാണ്, പക്ഷേ ഇത് നമ്മുടെ ഫുള്ളായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ബുക്കുള്ളത്. അത് മാത്രമല്ല ഞാൻ മലയാളത്തിൽ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് വേഗം വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ ഇത്ര വേഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, ബുക്ക് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക. ഓക്കെ, അപ്പോൾ അതൊരു അഡീഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഇല്ല. ഡേ 1 തൊട്ടിട്ടാണ് ആക്ടിവിറ്റീസ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ഡേ 0 ആണ്. പക്ഷേ നിങ്ങളെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു മോഡിലെത്തിക്കാനുള്ള അത് ഇൻട്രൊഡക്ഷനാണത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് മെല്ലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം? എല്ലാ മതങ്ങളിലും എല്ലാ സയൻറ്റിസ്റ്റും ഓക്കെ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തവരുടെ ജീവിതത്തിൽ എല്ലാവരിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ നല്ലോണം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ വഴിയെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ. ഇതിൻ്റെ നിങ്ങളുടെ ഏറ്റവും വലിയ ടേക്ക് അവേ ലേണിംഗ് എന്താണെന്ന് കോമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വായിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ് ആയിരിക്കും. ഷെയറിങ് ഈസ് കെയറിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക, അത് ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. നിങ്ങൾ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുത്താം. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.